ഇതൊരു കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വെട്ടി വെച്ചിരുന്ന ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ്. ഇത് ലൈനിങ്ങും കയ്യും എല്ലാം ഉണ്ട്. ഇത് നമുക്ക് ഇന്നൊന്ന് ചുരിദാറാക്കി തയ്ച്ചെടുക്കാം. കഴുത്തേൽ വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ വേറെ എടുത്തുകൊണ്ട് വരണം. ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കണ വിധം ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഓരോ വീഡിയോ ഉണ്ടാക്കി ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് തയ്ക്കാൻ എളുപ്പമുണ്ടല്ലോ. ഇന്ന് തയ്ക്കുന്നത് കാണിച്ചു തരാം, ഇനി ഇടുമ്പോൾ വെട്ടുന്നത് കാണിച്ചു തരാം. പിന്നെ എന്നും തന്നെ ചുരിദാർ വെട്ടി തയ്ച്ചിടുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് തന്നെ തയ്ച്ചിടാം. എൻ്റെ വീഡിയോ വാച്ച് ചെയ്താൽ മതി. കറക്റ്റ് ഫിറ്റാണ്. ഇത് ജെൻസ് പഠിപ്പിക്കുന്ന കട്ടിങ്ങാണ്. ഞാനൊരു മാഷിൻ്റെ അടുത്ത് പോയി പഠിച്ചതാട്ടോ, കുറേ നാൾ മുമ്പ്. അതുകൊണ്ട് ഇങ്ങനെ തയ്ക്കുന്ന ചുരിദാർ കറക്റ്റ് ഫിറ്റായിരിക്കും. ആദ്യമേ നമുക്ക് നൂല് ചുറ്റണം. ആദ്യം നമുക്ക് കൈ സെറ്റാക്കി എടുക്കാം. കൈ എടുക്കുക, കൈൻ്റെ അടിയൊന്ന് മടക്കി അടിക്കുക. ഇവിടെ തേരായതുകൊണ്ട് ഒന്ന് മടക്കി അടിച്ചാൽ മതി, അല്ലെങ്കിൽ തുണിയുടെ ഇറക്കം കുറഞ്ഞു പോകും. കൈയുടെ ഇറക്കം രണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ചുരിദാറിൻ്റെ കൈയുടെ അടിഭാഗം ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. കുട്ടി എന്തിനാ വന്നിരിക്കണേ? പേടിയായിട്ടോ. തുണിയുടെ പൊടിയാണോ? ആദ്യമേ ഇതിലേക്ക് ലൈനിങ് വെച്ചങ്ങ് അടിക്കണം. ലൈനിങ്ങിൽ എല്ലാം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അന്നേരം ഇത് കാണാൻ പാകത്തിന് വേണം ഇങ്ങനെ വെച്ചടിക്കാൻ. നടുക്കത്തെ മടക്കയിലേക്ക് ഒപ്പം വെക്കുക. ഇവിടെ നടുക്കൊരു മടക്കുണ്ട്, അതിലേക്ക് ഒപ്പം വെക്കുക. എന്നിട്ട് തയ്ക്കുക. വെച്ചടിക്കുമ്പോൾ കൈക്കുഴി പിന്നീട് അടിച്ചാൽ മതി. കൈക്കുഴി ഇവിടെ ഇങ്ങനെ റൗണ്ട് അടിക്കണം. അത് എന്നാലാണ് അത് ഫിനിഷിങ് ആവുള്ളൂ.
സൈഡ് അടിച്ചു രണ്ട് സൈഡും നോക്കിയിട്ട് വേണം കേട്ടോ. രണ്ട് സൈഡിലും തുമ്പ് ഒരേപോലെ ഇട്ടിട്ട് വേണം അടിക്കാൻ. ഈ ശരിക്കുള്ള നല്ല പീസ് തുണി ശാല കൂടുതൽ കാണും. രണ്ട് സൈഡിലേക്കും ഒരേപോലെ ഇട്ടിട്ട് വേണം. ഈ ചുരിദാർ തുണി മേടിച്ച് വെച്ചിട്ട് ഒരു 5-6 കൊല്ലങ്ങളിലായതാ. ഇപ്പോഴാണ് തയ്ക്കാൻ സമയം. ഇടാൻ പറ്റുമെന്ന് നോക്കാം. ചില തുണികൾ അങ്ങനെയാണ്, നമുക്ക് മേടിച്ചിട്ട് തയ്ച്ചിടാൻ യോഗം ഉണ്ടാവും. അടി മടക്കി അടിച്ചിട്ട് പിന്നെ എളുപ്പം പണിയണേടൊക്കെ ഇങ്ങനെയാണ് ചെയ്യണേ. ഇത് കൂട്ടി അങ്ങ് മടക്കി ഇരിക്കുക. ഇച്ചിരി കൂടുതൽ മടക്കി അടിക്കാനാണ് നല്ലത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് കനം കുറഞ്ഞ ലൈനിങ് ആയിട്ട് ചിലപ്പോൾ തൂങ്ങി വരാൻ സാധ്യതയുണ്ട്. നൂല് ഇങ്ങനെ സൂചി തന്നെ കയറി പോകുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് നീട്ടി ഇടണം കേട്ടോ. അത് ഇതുപോലെ നീട്ടിയിടണം, എന്നിട്ട് വേണം കണ്ടിക്കാൻ. തിരിച്ച് വെച്ചത് സെറ്റാക്കി വെച്ചിട്ട് അങ്ങാശം വെച്ച് തയ്ച്ചാൽ മതി. പക്ഷെ ഇങ്ങനെ വെച്ച് തൂത്ത് തയ്ക്കുവാണെങ്കിൽ അത് ക്ലിയർ ചെയ്തങ്ങ് പോകും. നമുക്ക് പൊക്കി നോക്കി തയ്ക്കണം എന്നാവും. ഇനി ഇങ്ങനെ മടക്കി വെച്ച് കഴുത്ത് ഈ കൂടുതലുള്ള തുണികളെല്ലാം മുറിച്ച് കളയണം. അത് നിങ്ങൾ മുറിച്ച് കളഞ്ഞോണം കേട്ടോ. ഞാനിപ്പോൾ കാണിക്കുന്നത് കഴുത്ത് ഞാൻ വെട്ടി വെച്ച് വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രണ്ട് കഴുത്ത് മാത്രം ഇറക്കിയിട്ട് ഇങ്ങനെ കയറി തന്നെ കൊണ്ട് തയ്ക്കണം കേട്ടോ. നമുക്ക് കഴുത്ത് വെട്ടിയെടുക്കുമ്പോൾ ഈ സ്റ്റിപ്പ് വെച്ച് തയ്ക്കുവാണെങ്കിൽ അങ്ങനെ തയ്ച്ചാൽ മതി. അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ വെട്ടിയെടുത്ത കഷ്ണയില്ലേ അതിങ്ങോട്ട് വെച്ച് വെട്ടിയെടുക്കുക.
ഇതിൻ്റെ അരികെ ആദ്യമേ മടക്കരുത്. ഇത് ഒപ്പം വെച്ച് നടുക്ക് ഭാഗത്തൊരു വരയുണ്ട്, ആ ഒപ്പം വെച്ച് ഇങ്ങനെ തയ്ച്ച് എടുക്കാം. അടിനൂല് പൊട്ടിപ്പോയി. ഈ പവർ മെഷീനിൽ നമ്മൾ സൂചി ഓർക്കുമ്പോഴുണ്ടല്ലോ, ആ കാലൊന്ന് മാറ്റി വെച്ചിട്ട് വേണം കേട്ടോ സൂചി ഓർക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പണി കിട്ടാൻ സാധ്യത. എന്താ ഞാനും കുട്ടി എന്തിനാ നിൽക്കണേ? ഒന്ന് തയ്ക്കട്ടെ കേട്ടോ, ഒന്ന് തയ്ക്കട്ടെ. ജാനിക്കുട്ടി ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് കഴുത്ത് നമ്മൾ ഒപ്പം ഇങ്ങനെ പിടിച്ച് തയ്ക്കണം. ഒന്നെങ്കിൽ ഈ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, കഴുത്ത് ഇങ്ങനെ തയ്ച്ച് വെക്കണം. പിന്നെ അറിയാവുന്നവർക്ക് ഇങ്ങനെ കഴുത്ത് ഒപ്പം വെച്ചങ്ങ് തയ്ച്ച് പോകണം. വലിക്കരുത്, ക്രോസ് ആയതുകൊണ്ട് കഴുത്തെ പിടിച്ച് വലിക്കുകയൊന്നും ചെയ്യരുത്. പയ്യെ പയ്യെ ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇത് ഇങ്ങനെ വെട്ടി വെട്ടി കൊടുക്കണം, എന്നാലാണ് ആ കഴുത്ത് റൗണ്ടിൽ വരത്തുള്ളൂ കേട്ടോ. അത് വെട്ടുമ്പോൾ സൂക്ഷിക്കണം, കത്രികയും നമ്മുടെ കൈയും നമ്മൾ ശ്രദ്ധിച്ച് വേണം. ഞാനിങ്ങനെ പൊറങ്ങാണി അടിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ചിലവർ മറ്റേത് അകങ്കാണി അടിച്ചിട്ടാണ് പുറങ്കാണി അടിക്കുന്നത്. ഞാനത് പുറങ്കാണി മാത്രം അടിച്ച്. മറ്റേ ആ കാണി അടിക്കുവാണെങ്കിൽ ചുളിവ് വരാതിരിക്കും. ഈ ഇങ്ങനെ അടിക്കുവാണെങ്കിൽ നമുക്ക് പണി ലാഭമുണ്ട്. ഇങ്ങനെ തയ്ക്കുന്നത് സമയം നമ്മൾ കടയിലൊക്കെ തയ്ക്കാൻ പോവുകയാണെങ്കിൽ ചില കടക്കാർ പറയും ആ തയ്യൽ തയ്ച്ചിട്ട് വേണം തയ്യൽ തയ്ക്കാമെന്ന് പറയും. അതാണ് ഫിനിഷിങ് വരുള്ളൂ കേട്ടോ.
ഫ്രണ്ട് കഴുത്തായിട്ടുണ്ട്. ബാക്കി കഴുത്ത് ഞാൻ ലൈനിങ് ഒക്കെ തയ്ച്ച് പിടിപ്പിക്കും കേട്ടോ. ഇത് ബാക്കി പീസിൻ്റെ കഴുത്ത് ഉണ്ടോ, 1/2 ഇഞ്ച് ഇറക്കി വെട്ടിയിട്ട് ക്രോസ് പീസ് വെച്ചേക്കുന്നു. ഇത് ടക്കും തയ്ച്ചു. ടക്ക് തയ്ക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കൈക്കുഴിയില്ലേ, നിങ്ങൾ എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം. ഈ കൈക്കുഴിയുടെ അവിടുന്ന് ഒരു 3 ഇഞ്ച് താത്തിയിട്ട് നമ്മുടെ ബ്രസ്റ്റ് ഈ ബാക്കിയെല്ലാം ഇവിടുന്ന് ഇങ്ങനെ ഗ്യാപ്പില്ലേ, ഇത് 9 ഇഞ്ച് വരാൻ പാകത്തിന്, അതായത് പകുതിക്ക് തൊട്ട് 4.5 ഇങ്ങോട്ടും 4.5 അങ്ങോട്ടേക്കും. പിന്നെ ഇവിടെ സ്ലിറ്റിൻ്റെ ഇറക്കമില്ലേ, സ്ലിറ്റ് ഇറക്കത്തിൽ നിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് ഇട്ടാൽ മതി. 2 1 ഇഞ്ച് ഇട്ടാലും സാരമില്ല. ഇച്ചിരി നടുക്ക് ഭാഗത്ത് നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടക്ക് ഇടുന്നത്. ഇനി നമുക്ക് 2 പീസും കൂടെ കൂട്ടിയടിക്കാം. ബാക്ക് പീസും ഫ്രണ്ട് പീസും ബാക്കി പീസിൻ്റെ ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. തുമ്പൊളിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ കൈത്തുന്നൽ തുന്നി കൊടുക്കണം. ഇനി കൈ പിടിപ്പിക്കാം. കൈ പിടിപ്പിക്കുന്നതിന് മുമ്പ് കൈക്കുഴി ഞാൻ കുഴിച്ച് വെട്ടി കളഞ്ഞില്ലായിരുന്നു, വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതുണ്ട് ഇത്രയും വരച്ചേക്കണത്. ഇതങ്ങ് വെട്ടിക്കളയണം. നമ്മുടെ ഇവിടെ ഇത്ര മതി. രണ്ടും ഒപ്പമാണോ നോക്കിയിട്ട് വേണം. ഇതിങ്ങനെ വെച്ചിട്ട് കൈയുടെയും ഫ്രണ്ട് വശം കുഴിച്ച് വെട്ടണം കേട്ടോ. കുഴിച്ച് വെട്ടുമ്പോൾ ചിലർ വെട്ടി വെക്കുക, അന്നേരം നമുക്ക് ചിലപ്പോൾ തിരിഞ്ഞു പോയിക്കില്ല എന്നോർത്തുകൊണ്ട് ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ തയ്ക്കാൻ നേരത്തെയാണ് കുഴിച്ച് വിട്ടുള്ളൂ.
ഇതാണ് ഫ്രണ്ടിലേക്ക് വരണം. എന്നിട്ട് ഇത് ഇതിലേക്ക് പിടിക്കാം. ഈ പകുതിക്ക് വെച്ചിട്ട് വേണം അങ്ങോട്ട് പിടിപ്പിക്കാൻ. അല്ലെങ്കിൽ അവിടുന്ന് തൊട്ട് തയ്ക്കണവരും ഉണ്ട്, ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിലോ. അതുകൊണ്ടാണ് നമ്മൾ പകുതിക്ക് വെച്ച് തയ്ച്ചു. തിരിച്ച് വെച്ച് കൈ തയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് തയ്ച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുളച്ചിൽ പോലെ വരും. അന്നേരം അത് നോക്കിയിട്ട് തിരിച്ച് വെച്ച് നോക്കിയിട്ട് നേരെ ആക്കിയിട്ട് വേണം കേട്ടോ തയ്ക്കാൻ. കൈയുടെ അവിടെ എന്ന് പറഞ്ഞാൽ ക്രോസ് ആയിട്ട് വരുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് കറക്റ്റായിരുന്നു. കറക്റ്റ്. ചിലപ്പോൾ തികയാണ്ട് വരും, ചിലപ്പോൾ കൂടുതൽ വരും. ഇത് കൈ പിടിപ്പിച്ചപ്പോൾ കറക്റ്റായിരുന്നു. ചില ഉടുപ്പുകൾ തയ്ക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ തയ്ച്ചാൽ വേഗം തീരും, ചിലപ്പോൾ തീരില്ല, ചിലപ്പോൾ അഴിക്കൽ ഒക്കെ തന്നെയായിരിക്കും പണി. ഞാൻ പിന്നെ അഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ അയച്ചിട്ടില്ലെന്നല്ല, ചിലപ്പോൾ തയ്ക്കണതിൻ്റെയും വെട്ടണതിൻ്റെയും ഉണ്ട്. ഇവിടെ ആ ഷോൾഡറിൻ്റെ അവിടെ വരുമ്പോൾ ചിലപ്പോൾ ഒരു കുളച്ചിൽ പോലെ വരും. അത് ശ്രദ്ധിച്ച് തയ്ക്കുവാണെങ്കിൽ അങ്ങനെ വരത്തില്ല കേട്ടോ. എത്ര തയ്ക്കാൻ അറിയാമെങ്കിലും ചിലപ്പോൾ അങ്ങനെ വരും. ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല, അതാണോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ പൊള്ളച്ച് വരും. ഇനി കാണിച്ചു തരാം. ഇവിടെ നിന്ന് വര വരച്ചകനുണ്ടോ, ഇതുപോലെ ഇവിടം വരെ ഇങ്ങനെ തയ്ച്ച് നിർത്തുക. ഈ തയ്ച്ച് നിർത്തിയിട്ട് ഇത് മടക്കി അടിക്കാനുള്ളത് ഇത്. ഇത്ര ഭാഗമാണ് പാട്. ഇനി പിന്നെ സൈഡ് അടിച്ച് സീറ്റ് അടിച്ച് മടക്കി അടിച്ചാൽ മതി. ഈ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞു. ഇന്ന് കുറേ നാൾ കൂടി തയ്ച്ചുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ എടുത്തുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു മണിക്കൂറൊന്നും വേണ്ടതേ. കറക്റ്റ് ഫിറ്റാണ് കേട്ടോ. കറക്റ്റ് ഫിറ്റ് ചുരിദാർ തയ്ക്കണമെങ്കിൽ ഇങ്ങനെ തയ്ച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വെട്ട് ഞാൻ ഇനിയും വെട്ടുമ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് ഫിറ്റ് ചുരിദാർ നമുക്ക് തയ്ക്കാൻ പറ്റും. എപ്പോഴും കുറയ്ക്കലും കൂട്ടലും ഒന്നും വേണ്ട. ഇത് ഈ അളവിൽ ഇങ്ങനെ പറയണ പോലെ തന്നെ നിങ്ങൾ ചുരിദാർ തയ്ക്കുവാണെങ്കിൽ ഒന്നും ചെയ്യണ്ട. പിന്നെ ഷേപ്പ് അടിക്കലൊന്നും മൈറ്റ് നോക്കി ഷേപ്പ് അടിക്കേണ്ട ഒരു ആവശ്യമേ പറ്റില്ല. ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ. എത്ര വർഷം മുമ്പ് മേടിച്ച് വെച്ചേക്കണമെന്നറിയാമോ. ഇപ്പോഴാണ് കയ്യിൽ ലൈനിങ് വെച്ചില്ല, അതുകൊണ്ട് കൈയുടെ കൂടെ ഇത് സാധനമുള്ളതുകൊണ്ട് കുത്തി കയറുന്നുണ്ട്. അതിന് എന്തെങ്കിലും വേറെ മാർഗം വല്ലോ ബനിയനോ എന്തെങ്കിലും ഇടാമെന്നോർത്ത് ഞാൻ ഇരിക്കുക. കൈക്ക് ലൈനിങ് വെച്ചാൽ ഇച്ചിരി വണ്ണം തോന്നൂലോ എന്നോർത്ത് ഞാൻ ലൈനിങ് വെച്ചില്ല. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചുരിദാർ തയ്ക്കുമ്പോൾ ഇങ്ങനെ എളുപ്പത്തിന് തയ്ക്കാൻ. കൈത്തുന്നൽ ഉന്നാനുള്ളതുകൊണ്ട് മിഷീനെ അടിച്ചില്ല, കൈത്തുന്നൽ ഉന്നാണ്. ഇതുണ്ട് കറക്റ്റ് ഫിറ്റാണ്. ഒരടിപ്പ് അടിച്ച് ഒറ്റ അടുപ്പിൽ നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ കറക്റ്റ് ആയാലാണ്, അതാണ് ഫിനിഷിങ്.